ஆனா இந்த உலகத்திலே இந்த காரியத்தை இந்த இடத்துல மாதிரி எங்கேயுமே நடக்கல. இந்த கேரளா கவர்மெண்ட் மாதிரி மோசமான கவர்மெண்ட் எதுவுமே இல்ல. நாசமா போயிரும் கேரளா கவர்மெண்ட். அவ்வளவுதான், வேற ஒண்ணும் கிடையாது. கேரளா நசிச்சு நாசாயிட்டு போகணும். ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാ, കയ്യകാലം വയ്യാത്തവരാ. ഗുണം മുടിക്കില്ല കേരള ഗവൺമെന്റ്. കുഞ്ഞു കുഞ്ഞുങ്ങളായിരിക്കണത്, അവരെങ്ങോട്ട് പോയിരിക്കും, എവിടെ പോയിരിക്കും? ഞങ്ങൾ റോട്ടിൽ പോയി കിടക്കാൻ പറ്റുമോ? റോട്ടിൽ കിടക്കാൻ സമ്മതിക്കോ അവര്? ഏതെങ്കിലും മാറ്റി സ്ഥലമെങ്കിലും തരണ്ടേ അവര്? എന്താണ് ഈ ഗവൺമെന്റ്? ഈ പാവപ്പെട്ട മക്കള് ഈ തേലക്കാട്ടിലെ നശിപ്പിച്ച് അവർ 5ഉം 10ഉം ഉണ്ടാക്കിയിട്ട് ഈ വീടുകളെ ഉണ്ടാക്കി അവിടെ താമസിക്കുന്നത്. അവരെ താമസിക്കുക ഇവിടെ മാറ്റണമെങ്കിൽ വേറെ ഒരു പലി ഏതെങ്കിലും പലി ചെയ്തു കൊടുത്താലല്ലേ. എങ്ങോട്ടാ പോകുന്നത്? எங்க போகனே தெரியல. கவர்மெண்ட் எங்களுக்கு தெருவுலதான் நிக்கிறோம். ഇത് കൊച്ചിനും വച്ചിട്ട് ഞങ്ങൾ എവിടെ പോയി? ഒരു സ്ഥലം പോലും ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് തന്നിട്ട് പോലില്ല. പഞ്ചായത്തുകാർ ഇത് മൊത്തം മൊത്തം നാശമാക്കി. ആളുകൾ സ്വമേധയാ ഒഴിഞ്ഞു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വീട്ടുപകരണങ്ങൾ അടക്കം ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ്. പലരും 10ഉം 50ഉം 60ഉം വർഷമൊക്കെ ആയി ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. വീടുകളൊക്കെ കണ്ടാൽ അറിയാം, ഒരുപാട് പഴക്കമുള്ള വീടുകളാണ്. പലരുടെയും ജീവിത സമ്പാദ്യം മുഴുവൻ ചെലവാക്കി നിർമ്മിച്ച വീടുകളാണ്. അത് പൂർണ്ണമായും ഒഴിഞ്ഞു പോകേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനോവിഷമമുണ്ട്. അതാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പൂപ്പാറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.